അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇഖ്ലാസോടു കൂടി ഇരുന്ന് ഖിബലയ്ക്ക് മുന്നിട്ട് വുളുവോടുകൂടി സുബഹിക്ക് ശേഷം ആരോടും മിണ്ടാതെ നമ്മളൊരു 7 പ്രാവശ്യം, ഏറ്റവും ചെറിയ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്, നമ്മളെല്ലാ ദിവസവും ഓതുന്നതാണ്. അത് 7 ദിവസം സുബഹിക്ക് ശേഷം, അതാണ് ഉത്തമം. സുബഹിക്ക് ശേഷം 7 പ്രാവശ്യം 7 ദിവസം പതിവാക്കുക. കണ്ണീറിൽ നിന്നും, നാക്കീറിൽ നിന്നും, സിഹറിൽ നിന്നും, ആരെങ്കിലും സിഹർ ചെയ്താൽ നമുക്ക് ഫലിക്കില്ല. പിന്നെ നമുക്ക് കടബാധ്യത എത്രയുണ്ടെങ്കിലും ആ കടങ്ങളെല്ലാം തീർത്ത് കിട്ടും. പിന്നെ നമ്മളുടെ വീടില്ലാത്തവർക്ക് വീട് എത്രയും വേഗം പണിത് കിട്ടും. രോഗിയായി കിടക്കുന്നവരുടെ രോഗശമനം കിട്ടും. മറ്റുള്ളവരുടെ ഉയർച്ചയെ കണ്ട് നമ്മൾ ഒരിക്കലും അസൂയാലുക്കളാകരുത്. അങ്ങനെയുള്ളവർക്കൊന്നും അള്ളാഹു ഇത് നടത്തി കൊടുക്കില്ല. നമ്മൾ മറ്റുള്ളവരുടെ ഉയർച്ച ഒരിക്കലും അസൂയ തോന്നരുത്. എല്ലാവർക്കും ഉയർച്ചയുണ്ടാകണമെന്ന് എപ്പോഴും ദുആ ചെയ്യുക. ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി നമ്മളെല്ലാവർക്കും ദുആ ചെയ്യുക. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നമ്മൾ ചോദിച്ചുകൊണ്ട് റബ്ബിനോട് നമ്മൾ മനസ്സൊരുക്കി ദുആ ചെയ്യുക. കരുണക്കടലായ റബ്ബ് എല്ലാം പൂർണ്ണമായി നമ്മളെ സഹായിക്കട്ടെ. ഈ ചെറിയ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അത് 7 ദിവസം സുബഹിക്ക് ശേഷം 7 തവണ നമ്മൾ ഓതുക. ഇഖ്ലാസോട് കൂടിയിരുന്ന്, വുളുവോട് കൂടിയിരുന്ന്. നമ്മളുടെ എത്ര തീർത്താൽ തീരാത്ത കടമാണെങ്കിലും അള്ളാഹു തീർത്തു തരും നമുക്ക്. അതങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഒരു അപാരമായ കഴിവ്. ഈ സൂറത്തിനെ നമ്മൾ ഓതുക 7 പ്രാവശ്യം. അത് വേറൊരു ഉദ്ദേശം നമ്മൾ മനസ്സിൽ വെക്കരുത്. നമ്മളുടെ ആ ഹലാലായ ഉദ്ദേശം എന്താണോ ആ ആഗ്രഹം മാത്രം, വേറെ ഒന്നും മനസ്സിൽ കരുതരുത്. അങ്ങനെ തന്നെ ചെയ്യും. കല്യാണം ഒരുപാട് നാളുകളായി വിവാഹം നടക്കാതിരിക്കുന്ന അവർക്കായാലും അത് നടത്തി കിട്ടും. പിന്നെ നമ്മുടെ ദുനിയാവിലെ ആഗ്രഹങ്ങളും ആഖിറത്തിലെ ആഗ്രഹങ്ങളായാലും നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷയോടു കൂടി നമ്മൾ കൈവിടാതെ അള്ളാഹുവിനോട് ചോദിക്കുക, മനസ്സുരുകി ചോദിക്കുക. അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. എന്നാലാണ് നമുക്ക് തരുള്ളൂ. കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണം. ആഖിറത്തെ കാര്യത്തിലും ദുനിയാവിൻ്റെ കാര്യത്തിലായാലും കൈവിടരുത്. നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. എത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും അവരുടെ എല്ലാ കടങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി ഇരുലോക വിജയത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഈ സൂറത്ത് ഏതാണെന്ന് അറിയില്ല. നമ്മളെല്ലാവരും ഓതുന്ന ഖുർആനിൻ്റെ ഉമ്മയായ, പരിശുദ്ധ ഖുർആനിൻ്റെ ഉമ്മയായ ഫാത്തിഹയാണിത്. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. സുബഹിക്ക് ശേഷം 7 തവണ 7 ദിവസം വുളുവോട് കൂടി നമ്മൾ ആ ഉദ്ദേശം മാത്രം മനസ്സിൽ ഉദ്ദേശിച്ച് നമ്മൾ ചൊല്ലുക. ഖുർആനിൻ്റെ ഉമ്മയായ ഫാത്തിഹ നമ്മൾ ഓതുക. മറക്കരുത്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം, ഈ ഉമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടി പരിശുദ്ധ കഅബാലയത്തിൽ പോയി ഒരു ഹജ്ജ് ഉംറയും ചെയ്യുവാൻ എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ദുആ ചെയ്യണം. 7 ദിവസം വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് ശേഷമാണ് നമ്മളിത് ചൊല്ലേണ്ടത്. മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഈമാനുള്ള മരണം തരട്ടെ. അസ്സലാമു അലൈക്കും.
നമ്മൾ എല്ലാ ദിവസവും ഓതാറുള്ള ഖുർആനിൻ്റെ ഉമ്മയായ ഈ ഫാത്തിഹ നമ്മൾ 7 തവണ 7 ദിവസം സുബഹിക്ക് ശേഷം ഈ മനസ്സ് ഒന്നോട് കൂടി, സുബഹി നമസ്കാരത്തിന് ശേഷമാണ് ഈ ആരോടും മിണ്ടാതിരുന്ന് വേണം ചെയ്യാൻ. അത് 7 ദിവസം 7 തവണ സുബഹിക്ക് ശേഷം ഒന്നോട് കൂടി ഖിബിലയ്ക്ക് മുന്നിട്ട് ആ മനസ്സിലെ നമ്മുടെ ആഗ്രഹം, അതും ഹലാലായ ആഗ്രഹമായിരിക്കണം. മറ്റുള്ളവരോട് നമ്മൾ ഒരിക്കലും ഒരു ശത്രുത കാണിക്കാൻ പാടില്ല. അത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് അല്ലാഹു പ്രതിഫലം തരുമെന്നുള്ള ഒരേ ഒരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുക. തീർച്ചയായിട്ടും ഹലാലായ ഉദ്ദേശം നിറവേറ്റി തരും.